കാറ്റത്തെ കിളികൊള്ളിലെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നികേഷും നിധിയും കൂടെ നടന്ന് വീട്ടിലോട്ട് പോവുക കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ ആ കണ്ട ആ പെണ്ണിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നികേഷിൻ്റെ അമ്മയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ടെൻഷനോടെ നമ്മൾ നിധിയാണെങ്കിൽ നികേഷിൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തി എന്താ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്, ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കേട്ടോ, ഞാൻ കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടത്തി എന്തെങ്കിലുമൊക്കെ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നിധിയെടുത്ത് വയ്ക്കുമ്പോൾ നിധി പറയുന്നത് ആ കേട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏത് സിനിമ കളിക്കണമെന്ന് അറിയാതെ ആണെങ്കിൽ പിന്നെ എല്ലാവരും ഒക്കെ ഇങ്ങനെ പിരിഞ്ഞു പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ക്ലാസിക്കൽ സെലക്ട് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് ആ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവരങ്ങ് വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മൾ ഹരീഷിൻ്റെ ബൈക്കിൽ നമ്മൾ സുഭാഷ് ആണെങ്കിൽ രാത്രി ജോലി കഴിഞ്ഞ് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ നമ്മളെ സുധീഷാണെങ്കിലും ജോലിക്ക് പോയിട്ടാണെങ്കിലും ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണെങ്കിലും വന്ന് തളത്തിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ടേബിളിൽ ഒരു ബുക്ക് ഇരുന്ന് ആ ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ മറിച്ച് നികേഷ് കോപ്പി അടിക്കാൻ വേണ്ടി ഉപയോഗിച്ച തുണ്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നികേഷ് ആണെങ്കിൽ പരീക്ഷ എഴുതിയിട്ട് അത് സുഖമായിട്ട് ജയിക്കാന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ഫോണിൽ വിളിച്ചിട്ട് അങ്ങോട്ട് വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് നീ പരീക്ഷയ്ക്ക് പാസ്സായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ഏട്ടൻ ആ വഴി വരുന്നുണ്ട് കേട്ടോ. അപ്പം സുഭാഷ് ഏട്ടാ എന്നിങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ നികേഷ് ആണെങ്കിൽ ആ പേപ്പറൊക്കെ തട്ടിപ്പറിച്ചിട്ടാണെങ്കിൽ ആ ബുക്കിൻ്റെ അകത്തോട്ടൊക്കെ മടക്കിയൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നമ്മൾ നികേഷിനടുത്ത് പഠിക്കാനൊന്നും ഇല്ലടാന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ആ പഠിക്കുക കേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നിധി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിധി അടുത്താണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ഇന്നത്തെ ഫസ്റ്റ് ഡേ എന്നൊക്കെ നിധി എടുത്ത് നമ്മൾ സുഭാഷ് ഏട്ടൻ ചോദിക്കും. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, അല്ല വന്ന ഉടനെ ചോദിച്ചത് വെൽക്കം ബാനർ എവിടെയെന്നാണ് ചോദിച്ചത്. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷിനെ ചോദിക്കുന്നത് വെൽക്കം ബാനർ അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് അല്ല ജോലി കഴിഞ്ഞ് വന്ന നമ്മൾ നിധി രാജീവിന് കിളിക്കോട് വെള്ളിക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാനർ ഒരുക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നിധി പറയുന്നുണ്ട്, ഞാനങ്ങനെ ചോദിക്കത്തില്ല എന്നൊക്കെ സുഭാഷ് ചേട്ടന് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്, എനിക്ക് ജോലി കിട്ടി അപ്പോൾ തൊട്ട് ഈ സുധീഷാണെങ്കിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അത് സുധീഷ് ചേട്ടനാണെങ്കിൽ ഡ്രൈവറല്ലേ അപ്പോൾ അതിൻ്റെ അസൂയാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, ആ പിന്നെ നീ ആണെങ്കിൽ വലിയ കളക്ടർ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നത് ആ കളക്ടറല്ല, ഒരു രീതിയിൽ നോക്കിയാൽ ഞാനൊരു എൻജിനീയർ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സുഭാഷിതം പറയുന്നുണ്ട്, നീയൊക്കെ ഒന്ന് നിർത്തുമോ, ഞാനാണെങ്കിൽ നിധിയെടുത്ത് ചോദിച്ചതിൻ്റെ മറുപടി ഒന്ന് നിധി പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല കേട്ടോ, നല്ല ഓഫീസ് നല്ല ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നേരം ആയതേ ഉള്ളൂ വന്നേന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാ കൂട്ടിയിട്ട് വരാമെന്നൊക്കെ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നിധി പറയുന്നുണ്ട്, അല്ല വീട്ടിലാണെങ്കിലും എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും വിടത്തില്ലായിരുന്നു, അപ്പോൾ ഇനിയെങ്കിലും ആരും ഡിപ്പെൻഡ് ചെയ്യാതെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു സ്കൂട്ടർ വാങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷിനെ പറയുന്നുണ്ട്, അതൊക്കെ മോൾ ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ നമ്മൾ നിധി എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി അത് കേൾക്കാതെ നിധിയാണെങ്കിൽ നേരെ പോകുന്നുണ്ട്. ഇത് കാണുന്നത് നമ്മൾ നികേഷ് ആണെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിധിയാണെങ്കിൽ പോകുന്നത് നേരെ അച്ഛൻ്റെ അടുത്തേക്ക്. അതിൻ്റെ പറയുന്നുണ്ട്, ഇവിടെ എന്താ ഒരു നാറ്റം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നത് നാറ്റമല്ല മോളെ, അത് ഞാൻ ബീഡിയുടെ മണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി പറഞ്ഞിട്ട് അത് തന്നെ ഞാൻ നാറ്റം എന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ആ നാറ്റം എന്നൊക്കെ പറയുന്നത് സെപ്റ്റി ടാങ്കിൻ്റെ സ്മെല്ല് പിന്നെ ഓടയുടെയൊക്കെ സ്മെല്ലില്ലേ അതിനൊക്കെ നാറ്റം എന്ന് പറയുന്നത്, ഇതാണെങ്കിൽ അതല്ലല്ലോ എന്നൊക്കെ പറയുന്നു. ഒരു കണക്കിന് നോക്കിയാൽ ഞാൻ സർക്കാരിനെ സഹായിക്കുകയല്ലേ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്. 10 രൂപയുടെ സാധനം സർക്കാരാണെങ്കിൽ 30 രൂപയ്ക്ക് മേടിക്കുന്നുണ്ട്, പിന്നെ നികുതി അളവും കൂടെ ചേർത്തിട്ടാണെങ്കിൽ അത് 300 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, അത് ഞാൻ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു തരത്തിൽ സർക്കാരിനെ സഹായിക്കുകയല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭാസ്കരനാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിധി വീണ്ടും നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭാസ്കരനാണെങ്കിൽ ദേഷ്യം വന്നിട്ടാണെങ്കിൽ സൗണ്ട് ഉയർത്തി ചോദിക്കുക, എന്തിനാണ് ഇത് എപ്പോഴും പറയുന്നത്. അപ്പോൾ നിധി പറയാം, ഒന്ന് പതുക്കെ, അവിടെ അവരൊക്കെ ഇരിപ്പുണ്ട് അവരൊക്കെ കേൾക്കും. അപ്പോഴത്തേക്ക് പിന്നെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ എപ്പോഴും ഇതൊക്കെ ചോദിക്കുന്നത്, പറഞ്ഞാൽ മതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ അവരെ കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭാസ്കരനെ വിശ്വസിക്കുന്നില്ല. ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, 15 വർഷം മുമ്പ് പോയ അവളെ ഇന്ന് പിന്നെ നീ ഒരു ഫോട്ടോയിൽ കണ്ട അവളെ നീ കണ്ടു എന്നൊക്കെ പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, ഞാൻ അവരെ കണ്ടത് എനിക്ക് അവരാണെന്ന് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ചായക്കടയിൽ വെച്ച് മഞ്ജു വാര്യരെ കണ്ടു, നീ വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ നീ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇത് പറഞ്ഞ് എപ്പോഴും ടോർച്ചർ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭാസ്കരൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നിധിയാണെങ്കിൽ കിച്ചണിൽ കയറി കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സുഭാഷാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്,
ഞാനിതെല്ലാം ചെയ്തു തരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷാണെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഭാസ്കരനാണെങ്കിൽ അടുക്കളയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ നിധിയെ കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇനിയിപ്പോൾ ഞാൻ വന്നും പോയില്ല, ഇനിയിപ്പോൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഭാസ്കരനാണെങ്കിൽ വീണ്ടും അടുക്കളയിൽ വന്നിട്ട് എന്തോ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നിധിയാണെങ്കിൽ ഭാസ്കരനെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭാസ്കരനാണെങ്കിൽ പെട്ടെന്ന് അവളെ ജോലിയൊക്കെ തീർത്തിട്ടാണെങ്കിൽ അങ്ങ് പുറത്തോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട് ഇതെന്തോ മറയ്ക്കുന്നുണ്ടല്ലോ, അത് ഇവിടുന്ന് പെട്ടെന്ന് പോയെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നിധി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നിധിയാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടിയൊക്കെ ചോറൊക്കെ എടുത്ത് പാത്രത്തിലാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് മോളെ എവിടെ പോയി, ഞാനത് റെഡിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷാണെങ്കിൽ ഇപ്പം നിധി പറയുന്നുണ്ട് അത് നികേഷിനുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ ഫുഡൊക്കെ എടുത്തിട്ടാണെങ്കിൽ പുറത്തോട്ട് പോകുന്നത് നമ്മളെ നികേഷും അതുപോലെ നിധിയാണെങ്കിലും പോകാനൊക്കെ റെഡിയാവുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ സുധീഷാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട് ഓട്ടം നടത്തിയിട്ട് ഞാൻ പെട്ടെന്ന് വന്നതാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നിധി ചോദിക്കും എന്തിന്, അല്ല നിധിയെ കൊണ്ടുവിടാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. അപ്പോൾ നമ്മൾ സുധീഷ് പറയും വേണ്ട ഇവിടെ ഒന്നും പരിചയമായിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി ചോദിക്കും അതിനിപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട് ഞാനും നികേഷും കൂടെ ബസ്സിൽ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നത്. നികേഷ് പറയും എൻ്റെ കോളേജിലെ ഫ്രണ്ടിൽ കൂടെ എന്നും പോകുന്നത്, എന്നിട്ട് എന്നെ ഇതൊരിക്കലും നിർബന്ധിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഇങ്ങനെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട് സുധീഷ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മൾ സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് ഏട്ടൻ്റെ അടുത്താണെങ്കിൽ നിധി പറയും ഇത് കണ്ട സുഭാഷ് ഏട്ടാ എന്നെ നികേഷിനെ പോകാനാണെങ്കിൽ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് അവൾ പോയിട്ട് വരട്ടെ, അവൾ തന്നെ പോയിട്ടൊക്കെ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്, അവൾ തന്നെ പോയൊക്കെ പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ സുധിയാണെങ്കിൽ പയ്യെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് സുഭാഷ് ഏട്ടാ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുഭാഷ് ഏട്ടനാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ നിധിയും നികേഷും ആണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി പോയതിന് ശേഷമാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ സുഭാഷ് ഏട്ടനടുത്ത് പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ ഒന്നും നിർബന്ധിക്കായിരുന്നു സുധീയുടെ കൂടെ പോകാൻ പറയാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ ഒന്നാമത് കാറിൽ വരുന്ന ആ സമയത്ത് മാത്രമേ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് വരും, അതല്ലെങ്കിൽ നികേഷ് ആണെങ്കിൽ ഏട്ടത്തി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. ഞാൻ അവളെ ആരാന്ന് പോലും എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സുഭാഷിൻ്റെ അടുത്താണെങ്കിൽ സുധീഷ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ ഓഫീസിൽ ചെന്നതിന് ശേഷമാണെങ്കിൽ നമ്മൾ എം ഡി ആണെങ്കിൽ നിധിയെ വിളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട് ഒരു 5 മിനിറ്റ് ഇപ്പോൾ റെഡിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ സ്കെച്ച് കൊണ്ടൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എം ഡി ഒക്കെ എന്താ ഇത്ര ലേറ്റായി നിൽക്കുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഷോപ്പിംഗ് മാളിൻ്റെ സ്കെച്ച് അല്ലേ, ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നിധിയാണെങ്കിൽ പറയുക സോറി സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ എം ഡി ആണെങ്കിൽ നിധി അടുത്ത് പറയുന്നത് ടെൻഷനൊന്നും ആവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയെ ഒന്ന് സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ടെൻഷനൊന്നും ആവണ്ട, ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമാണ്, അത് കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ കിളിക്കൂട് വീടാട്ടോ. അപ്പോൾ കിളിക്കൂട് വീടാണെങ്കിൽ കുറച്ച് പണിക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ സുഭാഷ് ആണെങ്കിൽ അവർക്ക് ചെയ്യേണ്ട പണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സമയത്ത് നമ്മൾ സുധീഷ് ആണെങ്കിൽ പുറത്ത് വന്നിട്ട് എന്താ ഇതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് അത് ബാത്റൂം കെട്ടാനാടാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് പൊട്ടിയ ഓടൊക്കെ ഉണ്ടെന്ന് അതൊക്കെ ഒന്ന് മാറ്റാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഹരീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഹരീഷിൻ്റെ അടുത്ത് നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട് നിനക്ക് ജോലി ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ജോലിയുണ്ട്, ഇവിടെ വരുന്ന വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചെന്ന് പറയുന്നു. സമയത്ത് നമ്മൾ സുഭാഷ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം അമ്മായിയും വലിയച്ഛനും വന്ന് പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് സുനിതയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് അടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് ഇല്ല അവരങ്ങനെ അടങ്ങുമെന്നൊന്നും തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ജോലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അമ്മായിയും വലിയച്ഛനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഭാസ്കരൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ അവർ പറയുന്നുണ്ട് ഇവിടെ ജോലി നടത്താൻ പാടില്ലെന്നൊക്കെ കോടതി വിലക്കല്ലേ എന്നൊക്കെ നമ്മൾ വലിയച്ഛനൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് ഇവിടെ ഒരു ബാത്റൂം കിട്ടുകയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അമ്മായി ചോദിക്കുന്നുണ്ട് ബാത്റൂമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് ഉണ്ട് അതിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ആ ബാത്റൂം പറ്റുന്നില്ല, അങ്ങനെ വേറെ ബാത്റൂം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം റൂമിന് വലിപ്പം പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ റൂം നിങ്ങളിവിടെ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സുധീഷ് ആണെങ്കിൽ ഒന്നും പറഞ്ഞ് തലയാട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം അകത്ത് വെള്ളമാവും, അതുകൊണ്ട് ഓടൊക്കെ ഒന്ന് മാറ്റുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവിടെ ഇതൊന്നും നടക്കത്തില്ല, ഇതിനിപ്പം ഞങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ വലിയച്ഛനൊക്കെ ആണെങ്കിൽ. അങ്ങനെ നമ്മൾ ഭാസ്കരനാണെങ്കിൽ ചാടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ വീടാണെന്നൊക്കെ പറയുന്നുണ്ട് ഭാസ്കരൻ. അപ്പോഴത്തേക്ക് നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് അച്ഛനാണെങ്കിൽ എൻ്റെ പേർക്ക് എഴുതി തന്ന വീടാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമ്മായിയും വലിയച്ഛനൊന്ന് ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട് എന്തായാലും വയലിലോട്ട് ചെല്ലാനേ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളൂ, അത് വയലിലോട്ട് ചെന്നത് പുറത്തോട്ട് ഇറക്കാൻ വേണ്ടി പാടില്ലെന്നൊരു കോടതിയും 1ഉം 2ഉം ഒക്കെ ചെയ്യാൻ പാടില്ലെന്നൊന്നും ഒരു കോടതിയാണെങ്കിലും പറഞ്ഞിട്ടില്ല എന്നൊക്കെ നമ്മൾ ഭാസ്കരൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വലിയച്ഛനും പെങ്ങളൊക്കെ ആണെങ്കിൽ ദേഷ്യമൊക്കെ അവരിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ